അപ്പോൾ ഇന്നത്തെ ആദ്യ മത്സരം, അതായത് മാച്ച് നമ്പർ 2 ഓഫ് IPL 2025, രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. അപ്പോൾ ആ കളീനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥയാണ്. കാരണം സൺറൈസേഴ്സ് ഹൈദരാബാദ് കഴിഞ്ഞ സീസണിൽ എല്ലാവരെയും സൈലൻസ് ചെയ്ത ഒരു ക്രൗഡാണ്. അപ്പോൾ സൺറൈസേഴ്സിൻ്റെ സൈലൻസിങ് എന്നുള്ള അർത്ഥമാണോ എന്നും നമുക്ക് നോക്കി കാണേണ്ടി വരും എന്തായാലും. അപ്പോൾ ഇന്നത്തെ ആദ്യം മത്സരം 4:30 സംതിങ് ടൈമിന് തുടങ്ങും. അപ്പോൾ ആ കളി സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ് മേൽക്കൈ ഞാൻ കാണുന്നത്. കാരണം ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ബാറ്റിംഗ് ലൈനപ്പാണ് ബ്രോ എന്ന് പറയേണ്ടി വരും. അതായത് അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ആൻഡ്രിച്ച് ക്ലാസൻ, പോരാത്തതിന് നമ്മുടെ ഇഷാൻ കിഷൻ, പിന്നെ അതുപോലെ നിതീഷ് റെഡ്ഡി, പിന്നെ ഈ പറഞ്ഞ ബോളിങ്ങിൽ പാറ്റ് കമ്മിൻസ്, എന്ത് പറയാനാണ് ഇവരെ. പിന്നെ അവരുടെ ഗ്രൗണ്ടാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇന്ന് 300 അടിക്കുമെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ആ രീതിക്കുള്ള ഗ്രൗണ്ടാണ് അവർ പൊതുവെ അവരുടെ ഹോം മാച്ചിൽ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടേക്കുന്നത്. സോ ഒരു 200+ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മനെ പോലത്തെ ഒരു പ്ലെയറൊക്കെ കളിക്കുമ്പോൾ. കൂടെ ട്രാവിസ് ഹെഡാണ്, എന്തിനും കട്ടൊക്കെ സപ്പോർട്ട് നിൽക്കുന്ന ഒരു ഇതിനും കൂടിയാണ്. അപ്പോൾ സൺറൈസേഴ്സിനെ സൂക്ഷിക്കണം. പിന്നെ അപ്പുറത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ ക്യാപ്റ്റനായിട്ടില്ല. ക്യാപ്റ്റൻസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഇന്നലത്തെ മത്സരത്തിൽ ഫസ്റ്റ് മാച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഇതിൽ മനസ്സിലായിട്ടുണ്ടാകും. കുറേ സാധ്യതകൾ ഫീൽഡ് പ്ലേസ്മെൻറ്റിലൊക്കെ ഒരു, പിന്നെ ക്യാപ്റ്റൻ്റെ തീരുമാനമാണ്, ഒന്നും പറയാനില്ല. എന്നാലും ചില ക്യാച്ചസൊക്കെ വരേണ്ട പൊസിഷൻസിൽ പ്ലെയേഴ്സ് ഇല്ലാത്ത അവസ്ഥ തോന്നിയായിരുന്നു, ബൗണ്ടറീസ് പോയ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ക്യാപ്റ്റൻസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു മാച്ചിന്. അപ്പോൾ ഇവരുടെ ക്യാപ്റ്റൻ ഇല്ലാതെ റയൻ പരാഗിൻ്റെ ക്യാപ്റ്റൻസിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കി കാണേണ്ടി വരും. ഇവിടെയാണെങ്കിലും പറഞ്ഞ പോലെ സഞ്ജു സാംസൺ ആസ് എ ബാറ്റർ ആയിട്ട് ഇറങ്ങും. കൈക്ക് പറ്റിയ പരിക്കിൻ്റെ ഇതിൽ പുള്ളി 3 മാച്ചസ് കൂടെ ഫീൽഡിൽ കാര്യമായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ ജയ്സ്വാളുണ്ട്, അവിടെ അഭിഷേക് ശർമ്മയുണ്ട്. നല്ലൊരു മത്സരമായിരിക്കും എന്തായാലും. മത്സരം നടക്കുന്നത് സൺറൈസേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ്. അപ്പോൾ എന്തായാലും റൺസ് ഒഴുകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 2 കളേഴ്സ് തമ്മിലുള്ള ഫൈറ്റാണ് പറയുമ്പോൾ. പിങ്ക് സിറ്റി ആയിട്ടുള്ള രാജസ്ഥാൻ, ജയ്പൂർ രാജസ്ഥാനും, ഇപ്പുറത്ത് ഓറഞ്ച് ആർമി എന്നറിയപ്പെടുന്ന സൺറൈസേഴ്സിൻ്റെ ഫാൻ ബേസും. അപ്പോൾ പിങ്ക് വേഴ്സസ് ഓറഞ്ച് ആണ്. നമുക്കിതിൽ ഏത് കളറാണ് ഈ ഹോളി സീസണിൽ ടോപ്പിൽ വരിക നമുക്ക് നോക്കിക്കാണാം. സോ അതാണ് നമ്മുടെ രണ്ടാമത്തെ മത്സരം.